Dear students, welcome to the class of Basics of Civil and Mechanical Engineering. In this class, we will discuss the topics internal combustion engines, basic engine components, then classification of IC engines. First one, internal combustion engines. Internal combustion engine is a machine that converts chemical energy in a fuel into mechanical energy. Heat engines. അത് നമുക്ക് മെക്കാനിക്കൽ എനർജി ഔട്ട്പുട്ടായിട്ട് തരുന്ന ഡിവൈസസ് ആണ് ഹീറ്റ് എൻജിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻ എന്ന് പറയുന്ന ഒരു ഹീറ്റ് എൻജിനാണ്. അതിലൊക്കെ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണ്? കെമിക്കൽ എനർജി. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ബൈക്ക് അല്ലെങ്കിൽ കാറ്, അതെന്താണ്? ഇൻറ്റേർണൽ കമ്പഷൻ എൻജിനാണ്. നമുക്ക് മെക്കാനിക്കൽ എനർജി ഔട്ട്പുട്ട് തരുന്നുണ്ട്. റോട്ടറി ഫോമിലാണ് തരുന്നത് അല്ലേ? ഔട്ട്പുട്ട് റൊട്ടേഷൻ, ഷാഫ്റ്റിൻ്റെ റൊട്ടേഷനായിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അതിലോട്ട് ഇൻപുട്ടായിട്ട് എന്താ കൊടുക്കുന്നത്? ഇപ്പോൾ കാറായാലും ബൈക്കായാലും ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് ഫ്യൂവൽ ആൻഡ് എയർ ആണ്. ആ ഫ്യൂവലിൽ എനർജി എന്ന് പറയുന്നത് കെമിക്കൽ എനർജിയാണ്. ഓവറോളായിട്ട് അവിടെ നോക്കിയാൽ എനർജി കൺവേർഷൻ വരുന്നത് കെമിക്കൽ എനർജി ഓഫ് ഫ്യൂവൽ ഇൻറ്റു മെക്കാനിക്കൽ എനർജി. ഓക്കെ, അതിനിടക്ക് വേറൊരു എനർജി കൺവേർഷൻ വരുന്നുണ്ട്. കെമിക്കൽ എനർജി തെർമൽ എനർജി ആയിട്ടാണ് ആദ്യം കൺവേർട്ട് ചെയ്യുന്നത് ബൈ കമ്പസ്റ്റൻ. അതിന് ശേഷമാണ് മെക്കാനിക്കൽ എനർജിയിലോട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻ എന്ന് പറയുന്നത്? ഇൻറ്റേർണൽ, ആ വേർഡിൽ തന്നെ മനസ്സിലാവും. കമ്പസ്റ്റൻ ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻസൈഡ് ദി എൻജിൻ. ഓക്കെ, കമ്പസ്റ്റൻ എൻജിൻ്റെ അകത്താണ് നടക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവും? എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എൻജിൻസും ഉണ്ടാവും. ഓക്കെ, എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എൻജിൻസിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്റ്റീം എൻജിൻസ്, അതേപോലെ സ്റ്റീം ടർബൈൻസ് ഒക്കെ. അവിടെ എന്താ സംഭവിക്കുന്നത്? കമ്പസ്റ്റൻ ഡയറക്റ്റായിട്ട് എൻജിൻ്റെ അകത്തല്ല നടക്കുന്നത്. കമ്പസ്റ്റൻ വേറൊരു ലൊക്കേഷനിൽ നടന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്? സ്റ്റീം ജനറേറ്റ് ചെയ്യുന്നത്, വാട്ടറിനെ സ്റ്റീമാക്കി കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ആ സ്റ്റീമാണ് പിന്നെ വർക്കിംഗ് ഫ്ലൂയിഡായിട്ട് വരുന്നത്. ഒരു സെക്കൻഡറി വർക്കിംഗ് ഫ്ലൂയിഡ് അവിടെ വരുന്നുണ്ട് എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എൻജിൻസിൽ. അവിടെ നമുക്ക് ഈ സബ്ജക്റ്റിൽ അത് പഠിക്കാനില്ല. ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻസിൽ സെക്കൻഡറി വർക്കിംഗ് ഫ്ലൂയിഡ് ഇല്ല. ഡയറക്റ്റായിട്ട് കമ്പസ്റ്റൻ നടക്കുന്നത് എൻജിൻ്റെ അകത്താണ്. അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഹൈ പ്രഷർ, അതാണ് നമുക്ക് ശരിക്കും പവർ ഔട്ട്പുട്ടിലേക്ക് പോകുന്നത്. ഓക്കെ, ഇനി റെസിപ്രോക്കേറ്റിംഗ് ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻസ്. ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻസ് റെസിപ്രോക്കേറ്റിംഗ് മാത്രമല്ല, റോട്ടറി ഉണ്ട്. നമുക്കിവിടെ പഠിക്കാനുള്ളത് റെസിപ്രോക്കേറ്റിംഗ് ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻസ് ആണ്. ഇപ്പം ബൈക്കിൻ്റെയൊക്കെ എൻജിൻസ് അല്ലെങ്കിൽ കാറിൻ്റെ എൻജിൻസ്, അതൊക്കെ നോർമലി യൂസ് ചെയ്യുന്നത് റെസിപ്രോക്കേറ്റിംഗ് എൻജിൻസ് ആണ്. ഓക്കെ, അതിലെന്താ സംഭവിക്കുന്നത്? In reciprocating internal combustion engine, the fuel is burned in a combustion chamber, and during the combustion process, the fuel releases its chemical energy in the form of heat. ഒരു കമ്പസ്റ്റൻ ചേംബർ, ആ കമ്പസ്റ്റൻ നടക്കുന്ന ആ ലൊക്കേഷൻ, ആ വോളിയത്തിനാണ് നമ്മൾ കമ്പസ്റ്റൻ ചേംബർ എന്ന് പറയുന്നത്. ഓക്കെ, ആ കമ്പസ്റ്റൻ നടക്കുന്ന സമയത്ത്, നിങ്ങൾക്കറിയാം, കമ്പസ്റ്റൻ നടക്കുന്ന സമയത്ത് ഹൈഡ്രോ കാർബൺ ഫ്യൂവലിൻ്റെ കമ്പസ്റ്റൻ നടക്കുകയാണ്. പെട്രോൾ എന്ന് പറയുന്ന ഹൈഡ്രോ കാർബൺ ഫ്യൂവലാണ്. കമ്പസ്റ്റൻ നടക്കണം എന്ത് വേണം? ഓക്സിജൻ വേണം. ഫ്യൂവൽ പ്ലസ് ഓക്സിജൻ. ഓക്കെ, പിന്നെ ഒരു സോഴ്സ് ഓഫ് ഇഗ്നീഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ കമ്പസ്റ്റൻ നടക്കും. കമ്പസ്റ്റൻ നടക്കുന്ന സമയത്ത് കെമിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ബേൺ ചെയ്യുന്ന സമയത്ത് അവിടെ ഹീറ്റാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയിലും തെർമൽ എനർജീനെ പിന്നെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് the thermal energy released is then converted into mechanical energy with the help of reciprocating piston and crank mechanism. ഓക്കെ, ഇവിടെ ബേൺ ചെയ്തിട്ട് ഇവിടെ ഹീറ്റ് എനർജി അല്ലെങ്കിൽ തെർമൽ എനർജി ജനറേറ്റ് ചെയ്തു. അതിനെ നമുക്ക് എന്ത് വേണം? മെക്കാനിക്കൽ എനർജി, റോട്ടറി മോഷൻ, ഇപ്പോൾ ഷാഫ്റ്റിൻ്റെ റൊട്ടേഷൻ, അതാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഓക്കെ, ആ തെർമൽ എനർജീനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് എന്തുണ്ട്? റെസിപ്രോക്കേറ്റിംഗ് പിസ്റ്റൺ, അതേപോലെ കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക് ഷാഫ്റ്റ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഓക്കെ, ഇതാണ് ബേസിക്കലി ഇൻറ്റേർണൽ റെസിപ്രോക്കേറ്റിംഗ് ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിനിൽ നടക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ആ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ റോട്ടറി മോഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് മനസ്സിലാവും. ആദ്യം ബേസിക് എൻജിൻ കമ്പോണൻസ്. ഓക്കെ, എൻജിനിൽ ഒരുപാട് കമ്പോണൻസ് ഉണ്ട്, പക്ഷെ ബേസിക് ആയിട്ട് വരുന്ന കുറച്ച് കമ്പോണൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് എൻജിൻ ബ്ലോക്കാണ്. അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ആ എൻജിൻ ബ്ലോക്കാണ്. എൻജിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എൻജിൻ ബ്ലോക്ക്,
അതിൻ്റെ മുകളിലായിട്ട് എന്തുണ്ടാവും, സിലിണ്ടർ ഹെഡ് അതിലോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. എഞ്ചിന് സിലിണ്ടർ ഉണ്ട്, അതിൻ്റെ മുകളിലായിട്ട് സിലിണ്ടർ ഹെഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അവിടെയാണ് വാൾവ്സ് ഒക്കെ വരുന്നത്. ഓക്കെ, ഓരോ കമ്പോണൻറ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അതിൻ്റെ ബേസിക് സ്ട്രക്ചർ, സപ്പോർട്ടിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എഞ്ചിൻ ബ്ലോക്കാണ്. അതിൻ്റെ താഴെയായിട്ട് എന്തുണ്ട്, ക്രാങ്ക് കേസും ഉണ്ട്. ഓക്കെ, ഈ സമ്പിലൊക്കെ ലൂബ്രിക്കേറ്റിംഗ് ഓയിലൊക്കെ കൊടുക്കുന്നത് സമ്പിലാണ്. ക്രാങ്ക് കേസിൽ സമ്പിലാണ് ലൂബ്രിക്കേറ്റിംഗ് ഓയിലൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. ഓരോരോ കമ്പോണൻ്റായിട്ട് നോക്കാം. സിലിണ്ടർ, എഞ്ചിൻ സിലിണ്ടർ. ഇറ്റ് ഈസ് എ സിലിണ്ടറിക്കൽ വെസൽ ഇൻ വിച്ച് ദ പിസ്റ്റൺ റെസിപ്രോക്കേറ്റ്സ്. ഇതാണ് എഞ്ചിൻ സിലിണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആ സിലിണ്ടറിക്കൽ ഷേപ്പ്. ഇത് SI എഞ്ചിൻ, അതിൻ്റെ ക്രോസ് സെക്ഷൻ വ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 3D വ്യൂ ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സിലിണ്ടറിക്കൽ ഷേപ്പാണ് അതിന്. ഓക്കെ, ഈ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഈ ഒരു പോർഷൻ. അതാണ് എഞ്ചിൻ സിലിണ്ടർ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്താണ് പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. പിസ്റ്റൺ എന്ത് ചെയ്യും, ടോപ്പ് ആൻഡ് ബോട്ടം ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ടാവും. 2 and 4th, ബാക്ക് ആൻഡ് ഫോർത്ത് മോഷൻ. ഓക്കെ, അതാണ് പിസ്റ്റൺ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ എന്ന് പറയുന്നത്. അതായത് അപ്പ് ആൻഡ് ഡൗൺ ഡയറക്ഷനിൽ പിസ്റ്റൺ മൂവ് ചെയ്യുന്നതിനാണ് അതിൻ്റെ മോഷൻ. പിസ്റ്റണിൻ്റെ മോഷനെ പറയുന്ന പേരാണ് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ. ആ സിലിണ്ടറിക്കൽ വെസലിലാണ് പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ടോപ്പ് കവർ ഓഫ് സിലിണ്ടർ ഈസ് കോൾഡ് സിലിണ്ടർ ഹെഡ് ആൻഡ് ഇറ്റ് ഹൗസസ് ഇൻലെറ്റ് ആൻഡ് എക്സോസ്റ്റ് വാൾവ്സ്. പ്രൊവിഷൻസ് ആർ ഓൾസോ പ്രൊവൈഡഡ് ഇൻ സിലിണ്ടർ ഹെഡ് ഫോർ പ്ലേസിംഗ് സ്പാർക്ക് പ്ലഗ് ഫോർ SI എഞ്ചിൻ ഓർ ഫ്യൂവൽ ഇഞ്ചക്ടർ ഫോർ CI എഞ്ചിൻ. സിലിണ്ടറിൻ്റെ ടോപ്പ്, ഓക്കെ, ഈ ഒരു പോർഷൻ സിലിണ്ടറിൻ്റെ ടോപ്പ്, ആ ടോപ്പിന് നമ്മൾ സിലിണ്ടർ ഹെഡ് എന്ന് പറയും. ആ ടോപ്പിലുള്ള കവറ്. ഓക്കെ, ആ സിലിണ്ടർ ഹെഡിൽ എന്തുണ്ടാവും, ഇൻലെറ്റ് വാൾവ്, അതേപോലെ എക്സോസ്റ്റ് വാൾവ്, സ്പാർക്ക് പ്ലഗ്, ഇതൊക്കെ പ്ലേസ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇൻലെറ്റ് വാൾവ് വഴിയായിരിക്കും എന്താ എയർ ഫ്യൂവൽ മിക്സർ എഞ്ചിനിലോട്ട് എൻ്റർ ചെയ്യുന്നത്. എക്സോസ്റ്റ് വാൾവ് വഴിയാണ് അത് പുറത്തോട്ട് പോകുന്നത്. അതേപോലെ സ്പാർക്ക് പ്ലഗ്, പേര് കേട്ടിട്ടുണ്ടാവും. ഇപ്പം പെട്രോൾ എഞ്ചിനിലൊക്കെ ആണെങ്കിൽ സ്പാർക്ക് പ്ലഗ് വേണം. ഡീസൽ എഞ്ചിൻ CI എഞ്ചിനിലൊക്കെ ആണെങ്കിൽ ഫ്യൂൽ ഇഞ്ചക്ടറാണ്. ഓക്കെ, അതൊക്കെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും, സിലിണ്ടർ ഹെഡിൽ കൊടുത്തിട്ടുണ്ടാവും. കമ്പസ്റ്റൻ ഓഫ് ഫ്യൂൽ ടേക്സ് പ്ലേസ് ഇൻസൈഡ് ദി എഞ്ചിൻ സിലിണ്ടർ. ഫ്യൂലിൻ്റെ കമ്പസ്റ്റൻ നടക്കുന്നത് ഇവിടെയാണ് കമ്പസ്റ്റൻ നടക്കുക. ഓക്കെ, എഞ്ചിൻ സിലിണ്ടറിൻ്റെ അകത്ത് ആ കമ്പസ്റ്റൻ നടക്കുന്ന ആ സ്പേസിനെ നമ്മൾ കമ്പസ്റ്റൻ ചേംബർ എന്ന് പറയും. കമ്പസ്റ്റൻ ചേംബർ അങ്ങനെ ഫോം ചെയ്യുക, ഇതാണ് നമ്മുടെ റെസിപ്രോക്കേറ്റിംഗ് പിസ്റ്റൺ, അതിൻ്റെ അപ്പർ പോർഷൻ, പിന്നെ ഈ സിലിണ്ടർ ഹെഡിൻ്റെ ബോട്ടം പോർഷൻ, അതേപോലെ സിലിണ്ടർ വാൾസ്, ഈ ഒരു റീജിയൺ, ഇതാണ് നമ്മളെ കമ്പസ്റ്റൻ ചേംബർ എന്ന് പറയുന്നത്. ഇവിടെയാണ് ഫ്യൂവലിൻ്റെ കമ്പസ്റ്റൻ നടക്കുക. ഓക്കെ, ഇതിൽ എൻ്റർ ചെയ്യുന്ന ഫ്യൂവലിന് എന്ത് ചെയ്യും, ഇനീഷ്യലി കംപ്രസ് ചെയ്യും, അതിനുശേഷം കമ്പസ്റ്റൻ. ആ കമ്പസ്റ്റൻ നടക്കുന്ന സമയത്ത് ഗ്യാസിൻ്റെ പ്രഷർ അല്ല ഫോഴ്സ് കൊണ്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, വർക്കിംഗ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ജസ്റ്റ് ഇപ്പം കമ്പോണൻസ് ആണ് പരിചയപ്പെടുന്നത്. അടുത്തത് പിസ്റ്റൺ. പിസ്റ്റൺ ഈസ് ദ റെസിപ്രോക്കേറ്റിംഗ് മെമ്പർ ഓഫ് ദി എഞ്ചിൻ. എഞ്ചിൻ്റെ റെസിപ്രോക്കേറ്റിംഗ് മെമ്പർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിസ്റ്റൺ ആണ് ആ സിലിണ്ടറിൻ്റെ അകത്ത് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. Piston is in cylindrical shape and it reciprocates in the cylinder and transmit gas force to the connecting rod and hence to crankshaft. Piston ഈ കാണിച്ചിരിക്കുന്നത് പിസ്റ്റൺ ആണ്. സിലിണ്ടറിക്കൽ ഷേപ്പ് തന്നെയാണ് അതിന്. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് റെസിപ്രോക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇവിടെ കമ്പസ്റ്റൻ നടക്കുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് ഫോഴ്സ്, ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് ഡയറക്റ്റായിട്ട് ആക്ട് ചെയ്യുന്ന എവിടെയാണ്, പിസ്റ്റൻ്റെ മുകളിലാണ്. മീൻസ് ആ ഒരു പവർ നമ്മളെ ക്രാങ്ക് ഷാഫ്റ്റിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് ലിങ്ക് എന്ന് പറയുന്നത് പിസ്റ്റൺ ആണ്. ഓക്കെ, ദ കമ്പസ്റ്റൻ ചേംബർ ഈസ് ഫോംഡ് ബിറ്റ്വീൻ സിലിണ്ടർ ഹെഡ് ആൻഡ് പിസ്റ്റൺ ടോപ്പ്. ഓൾറെഡി പറഞ്ഞത് പിസ്റ്റൺ ടോപ്പും അതേപോലെ സിലിണ്ടർ ഹെഡ്, ഈ ഒരു റീജിയനിലാണ് കമ്പസ്റ്റൻ ചേംബർ ഫോം ചെയ്യുന്നത്. പിസ്റ്റൺ റിങ്സ് ഫിറ്റഡ് ഇൻ ടു ദി സ്ലോട്ട്സ് അറൗണ്ട് ദി പിസ്റ്റൺ പ്രൊവൈഡ് എ ടൈറ്റ് സീൽ ബിറ്റ്വീൻ ദ പിസ്റ്റൺ ആൻഡ് സിലിണ്ടർ വാൾ, ദസ് പ്രിവെൻറ്റിംഗ് ലീക്കേജ് ഓഫ് കമ്പസ്റ്റിംഗ് ഗ്യാസസ്. പിസ്റ്റൺ ഇവിടെ നിങ്ങൾക്ക് സ്ലോട്ട്സ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ആ സ്ലോട്ട്സിൽ ആരുണ്ടാവും, പിസ്റ്റൺ റിങ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടാവും. ഈ റിങ്സ് ആ സ്ലോട്ടിലോട്ട് ഇൻസേർട്ട് ചെയ്യും. മീൻസ് ആ സിലിണ്ടറിൻ്റെ ഇന്നർ സർഫസുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നത് ഈ റിങ്സ് ആണ്. ആ റിങ്സ് ആണ് ഇവിടെ ഫ്രിക്ഷൻ, ആ മോഷൻ എന്ന സമയത്ത് ഫ്രിക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇൻ ബിറ്റ്വീൻ റിങ് ആൻഡ് ഇന്നർ സർഫസ് ആണ്.
ഓക്കെ, ആ റിങ്സിൻ്റെ യൂസ് എന്താണ്? മെയിൻ യൂസ് എന്ന് പറയുന്നത് ഇവിടെ കമ്പസ്റ്റൻ നടക്കുന്ന സമയത്ത് ഹൈ പ്രഷർ ഗ്യാസാണ്. ആ ഗ്യാസിൻ്റെ ലീക്കേജ് താഴോട്ട് ക്രാങ്ക് കേസിലോട്ട് ഗ്യാസിൻ്റെ ലീക്കേജൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിസ്റ്റൺ റിങ്സ്. മീൻസ് അവിടെ ഒരു ടൈറ്റ് ചേംബർ, എയർ ടൈറ്റ് ചേംബറാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്തത് ഇൻലെറ്റ് മാനിഫോൾഡ്. ദ പൈപ്പ് which connect the intake system into the inlet valve of the engine and through which air or air fuel mixture is drawn into the cylinder is called inlet manifold. ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു പൈപ്പ് അതാണ് ഇൻലെറ്റ് മാനിഫോൾഡ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി എന്താ ചെയ്യുന്നത്? ഇൻലെറ്റ് വാൾവിലോട്ട് ആരെ കണക്ട് ചെയ്യുന്നുണ്ട്? ബാക്കി ഇൻടേക്ക് സിസ്റ്റത്തിനൊക്കെ കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഒരു പൈപ്പ് ഇൻടേക്ക് സിസ്റ്റത്തിന് ആ ഇൻലെറ്റ് വാൾവുമായിട്ട് കണക്ട് ചെയ്യുന്നത്, അതിനാണ് ഇൻലെറ്റ് മാനിഫോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആ മാനിഫോൾഡ് വഴിയാണ് എയർ അല്ലെങ്കിൽ എയർ ഫ്യൂൽ മിക്സ്ചർ നേരെ വാൾവ് വഴി ഈ സിലിണ്ടറിൻ്റെ അകത്തോട്ട് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സോസ്റ്റ് മാനിഫോൾഡ് എന്തായിരിക്കും? അതൊരു പൈപ്പ് തന്നെയായിരിക്കും. ഇതിലോട്ട് ഇവിടെ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? കമ്പസ്റ്റിൻ്റെ പ്രൊഡക്റ്റാണ്, പ്രൊഡക്റ്റ് ഓഫ് കമ്പസ്റ്റൻ. അതിനെ നമുക്ക് പുറത്തോട്ട് തള്ളണം. ഓക്കെ, അവിടെയാണ് എക്സോസ്റ്റ് മാനിഫോൾഡ് വരുന്നത്. ദ പൈപ്പ് വിച്ച് കണക്ട് എക്സോസ്റ്റ് സിസ്റ്റം ടു ദി എക്സോസ്റ്റ് വാൾവ് ഓഫ് ദി എൻജിൻ ആൻഡ് ത്രൂ വിച്ച് ദ പ്രൊഡക്റ്റ് ഓഫ് കമ്പസ്റ്റൻ എസ്കേപ്പ് ഇൻ ടു ദി അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് എക്സോസ്റ്റ് മാനിഫോൾഡ്. എക്സോസ്റ്റ് മാനിഫോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് എക്സോസ്റ്റ് വാൾവ് എന്നാണ്, അതിനുശേഷം ബാക്കി വരുന്നത്. ഓക്കെ, ബാക്കി എക്സോസ്റ്റ് സിസ്റ്റം അത് നമ്മൾ കണക്ട് ചെയ്യുന്നതാണ് എക്സോസ്റ്റ് മാനിഫോൾഡ് എന്ന് പറയുന്നത്, പൈപ്പ്. ഇനി വാൾവ്സ്, ഇൻലെറ്റ് ആൻഡ് എക്സോസ്റ്റ് വാൾവ്സ്. വാൾവ്സ് എന്താണ്? ഫ്ലോ റെഗുലേറ്റിംഗ് ഡിവൈസസ് ആണ് വാൾവ്സ് എന്ന് പറയുന്നത്. ഇതാണ് നോർമലി ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻസ് യൂസ് ചെയ്യുന്ന വാൾവ്സിൻ്റെ ഷേപ്പ്. ദേ ആർ ജനറലി പ്രൊവൈഡഡ് ഓൺ സിലിണ്ടർ ഹെഡ് ഫോർ റെഗുലേറ്റിംഗ് ചാർജ് കമ്മിങ് ഇൻ ടു ദി സിലിണ്ടർ, ദാറ്റ് ഈസ് ഇൻലെറ്റ് വാൾവ്, ആൻഡ് ഫോർ ഡിസ്ചാർജിങ് ദി പ്രൊഡക്റ്റ് ഓഫ് കമ്പസ്റ്റൻ, എക്സോസ്റ്റ് വാൾവ്. നോർമലി സിലിണ്ടർ ഹെഡിൽ ആണ് വാൾവ് കൊടുത്തിട്ടുണ്ടാവുക. ഇൻലെറ്റ് വാൾവ് എന്താ ചെയ്യുന്നത്? സിലിണ്ടറിൻ്റെ അകത്തോട്ട് വരുന്ന എയർ അല്ലെങ്കിൽ എയർ ഫ്യൂൽ മിക്സ്ചറിനെ അതിൻ്റെ ഫ്ലോനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻലെറ്റ് വാൾവ്. എക്സോസ്റ്റ് വാൾവ് എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് കമ്പസ്റ്റൻ. ഓക്കെ, അത് ലീവ് ചെയ്യുന്നത് ത്രൂ എക്സോസ്റ്റ് വാൾവാണ്. അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത് എക്സോസ്റ്റ് വാൾവാണ്. ഓക്കെ, ഇപ്പം എൻജിൻ ഇനീഷ്യലി ആ എയർ ഫ്യൂൽ മിക്സ്ചർ എൻജിൻ്റെ അകത്തോട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആയിരിക്കും. ബാക്കി കമ്പസ്റ്റൻ അതൊക്കെ നടക്കുന്ന സമയത്ത് രണ്ട് വാൾവും ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി എക്സോസ്റ്റ് വാൾവ് എപ്പോഴാണ് ഓപ്പൺ ആവുക? കമ്പസ്റ്റനൊക്കെ നടന്നു, നമുക്ക് പവർ കിട്ടി, അതിന് ശേഷം ആ പ്രൊഡക്റ്റ് ഓഫ് കമ്പസ്റ്റൻ നമുക്ക് പുറത്തോട്ട് തള്ളണം. ആ സമയത്ത് എക്സോസ്റ്റ് വാൾവ് ആയിരിക്കും ഓപ്പൺ ആയിട്ടുണ്ടാവുക. ഓക്കെ, ഡീറ്റെയിൽഡ് വർക്കിംഗ് SI എഞ്ചിൻ്റെ CI എഞ്ചിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വർക്കിംഗ് പഠിക്കുന്ന സമയത്ത് മനസ്സിലാവും. അത് സ്പാർക്ക് പ്ലഗ് ആൻഡ് ഫ്യൂൽ ഇഞ്ചക്ടർ. Spark plug is used to initiate combustion process in spark ignition engine and is normally located in cylinder head. SI എഞ്ചിൻ, നമ്മളെ പെട്രോൾ എഞ്ചിനിലൊക്കെ എന്ത് വേണം? സ്പാർക്ക് പ്ലഗ് വേണം. നമുക്കിപ്പം എയർ ഫ്യൂൽ മിക്സർ സിലിണ്ടറിൻ്റെ അകത്തോട്ട് വന്നു, അതിനുശേഷം അതിനെ ബേൺ ചെയ്യണം. കമ്പസ്റ്റൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഒരു സ്പാർക്ക് പ്ലഗ് വേണം. അത് സിലിണ്ടർ ഹെഡിൽ. SI എഞ്ചിനല്ല, പെട്രോൾ എഞ്ചിനാണ് സ്പാർക്ക് പ്ലഗ് യൂസ് ചെയ്യുന്നത്, ഡീസൽ എഞ്ചിനിലല്ല. എന്ത് വേണം? അതിന് സ്പാർക്ക് പ്ലഗ് സിലിണ്ടർ ഹെഡിൽ കൊടുത്തിട്ടുണ്ടാവും. ഇനി ഡീസൽ എഞ്ചിനിലോട്ട് വരുന്ന സമയത്ത് സ്പാർക്ക് പ്ലഗ് ഇല്ല, ഫ്യൂൽ ഇഞ്ചക്ടറാണ് അവിടെ. ഡീസൽ എഞ്ചിൻസ് ആർ പ്രൊവൈഡഡ് വിത്ത് ഫ്യൂൽ ഇഞ്ചക്ടേഴ്സ് ഇൻ ദ സിലിണ്ടർ ഹെഡ് ഫോർ ഇഞ്ചക്റ്റിംഗ് ഫ്യൂൽ ഇൻ ടു ദി സിലിണ്ടർ. ഇപ്പോൾ ഡീസൽ എഞ്ചിൻ, പെട്രോൾ എഞ്ചിൻ്റെ കേസിലാണെങ്കിൽ എയർ ഫ്യൂൽ മിക്സ്ചറാണ് വരുന്നത്. പെട്രോൾ ആൻഡ് എയർ മിക്സ്ചറാണ് നമുക്ക് ഇൻലെറ്റ് മാനിഫോൾഡ് വഴി നമുക്ക് ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ, പക്ഷേ ഡീസൽ എഞ്ചിൻ്റെ കേസിൽ എയർ മാത്രമേ വരുന്നുണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ ഈ വരച്ചിരിക്കുന്ന ഫിഗർ ക്രോസ് സെക്ഷൻ പെട്രോൾ എഞ്ചിൻ്റെയാണ്. ഡീസൽ എഞ്ചിൻ അല്ല കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ്റെ ആണെങ്കിൽ ജസ്റ്റ് എയർ മാത്രമേ വരുന്നുണ്ടാവുള്ളൂ. ആ എയറിനെ ആദ്യം സെക്ക് ചെയ്യും, എയറിനെ കംപ്രസ് ചെയ്യും, ഹൈ ടെമ്പറേച്ചറിലോട്ട് കംപ്രസ് ചെയ്യും. എന്നിട്ട് ആ ഹൈ ടെമ്പറേച്ചർ എയറിലോട്ട് ഫ്യൂൽ ഡീസൽ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുകയില്ല. ഓക്കെ, ആ കേസിൽ നമുക്ക് എന്താ? ഫ്യൂൽ ഇഞ്ചക്ടർ സിലിണ്ടർ ഹെഡിലുണ്ടാവും. അടുത്തത് കണക്റ്റിംഗ് റോഡ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പിസ്റ്റൺ സിലിണ്ടറിൻ്റെ അകത്ത് റെസിപ്രോക്കേറ്റിംഗ് മോഷനാണ്. ഓക്കെ, ആ സമയത്ത് എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് സംഭവിക്കുന്നത് നമ്മൾ പഠിക്കും. പിസ്റ്റൺ ഇതിൻ്റെ അകത്ത് റെസിപ്രോക്കേറ്റ് ചെയ്യാണ്. നമുക്ക് വേണ്ടുന്ന ഔട്ട്പുട്ട് എന്താണ്? റോട്ടറി മോഷനാണ്.
അങ്ങനെ ആവുന്ന സമയത്ത് ആ റെസിപ്രോക്കേറ്റിംഗ് മോഷനെ റോട്ടറി മോഷനായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയുള്ളതാണ് ഈ കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക് ഷാഫ്റ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ. ഓക്കെ, കണക്റ്റിംഗ് റോഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു എൻഡ് ബിഗ് എൻഡാണ്, ഒരു എൻഡ് സ്മോൾ എൻഡാണ്. കണക്റ്റിംഗ് റോഡ് ഇറ്റ് ട്രാൻസ്മിറ്റ് ഗ്യാസ് ഫോഴ്സ് ഓൺ ദ പിസ്റ്റൺ ടു ക്രാങ്ക് ഷാഫ്റ്റ് ത്രൂ എ ക്രാങ്ക്. ഇവിടെ ഡയറക്റ്റായിട്ട് നമുക്ക് ഗ്യാസ് ഫോഴ്സ് കിട്ടുന്ന പിസ്റ്റൻ്റെ മുകളിലാണ്. അതിനെ നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? കണക്റ്റിംഗ് റോഡ് യൂസ് ചെയ്യുന്നുണ്ട്. ദ സ്മോൾ എൻഡ് ഓഫ് ദ കണക്റ്റിംഗ് റോഡ് കണക്ട് ടു പിസ്റ്റൺ ബൈ ഗഡ്ജൻ പിൻ ആൻഡ് ബിഗ് എൻഡ് ഈസ് കണക്റ്റഡ് ടു ക്രാങ്ക് ബൈ ക്രാങ്ക് പിൻ. കണക്റ്റിംഗ് റോഡിൻ്റെ സ്മോൾ എൻഡാണ് പിസ്റ്റണുമായിട്ട് കണക്ട് ചെയ്യുക യൂസിങ് ഗഡ്ജൻ പിൻ, അല്ലെങ്കിൽ അതിൻ്റെ ബിഗ് എൻഡ് കണക്ട് ചെയ്യുന്ന ക്രാങ്കുമായിട്ടാണ് യൂസിങ് ക്രാങ്ക് പിൻ. ക്രാങ്ക് ആൻഡ് ക്രാങ്ക് ഷാഫ്റ്റ്. Crank is a rotating member receiving power from connecting rod and transmitting it to crankshaft. Crank എന്ന് പറയുന്നത് അത് കണക്റ്റിംഗ് റോഡിൽ നിന്ന് പവർ റിസീവ് ചെയ്യുന്നത് ക്രാങ്ക് ആണ്. അതിനുശേഷം അത് ക്രാങ്ക് ഷാഫ്റ്റിലോട്ട്. ഓക്കെ, ഡയറക്റ്റായിട്ട് നോക്കുന്ന വെച്ചാൽ ക്രാങ്ക് ആൻഡ് ക്രാങ്ക് ആം അറേഞ്ച്മെൻറ്റ് സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അതിന് ബാലൻസിങ് വെയിറ്റ് ഒക്കെ ഉണ്ടാവും. അത്ര ഡീറ്റെയിൽ ആയിട്ട് വേണ്ട, ജസ്റ്റ് ആ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് മാത്രമൊന്നും അറിയുക. The crank and connecting rod together convert reciprocating motion of the piston into rotary motion of the crankshaft. ഈ അറേഞ്ച്മെൻറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പിസ്റ്റൺ മുകളിലോട്ടും താഴോട്ടും അപ്പ് ആൻഡ് ഡൗൺവേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു അറേഞ്ച്മെൻറ്റ് കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക് ഷാഫ്റ്റ്, ക്രാങ്ക് ആം അറേഞ്ച്മെൻറ്റ് എന്ത് ചെയ്യും? ഇത് റൊട്ടേഷനാണ്. പിസ്റ്റൺ അപ്പ് ആൻഡ് ഡയറക്ഷനിൽ ഡൗൺവേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന് റൊട്ടേഷൻ മോഷനാണ് പോസിബിൾ ആയിട്ടുള്ളത്. മീൻസ് എനിക്ക് എന്ത് കിട്ടും? ക്രാങ്ക് ഷാഫ്റ്റിൽ റൊട്ടേഷൻ കിട്ടും. ഈ പവറാണ് വണ്ടീനെയൊക്കെ പ്രൊപ്പൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തത് നോമൻക്ലേച്ചേഴ്സ്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സിലിണ്ടർ ബോർ. ദ ഇന്നർ ഡയമീറ്റർ ഓഫ് വർക്കിംഗ് സിലിണ്ടർ ഈസ് കോൾഡ് സിലിണ്ടർ ബോർ. നമ്മളെ സിലിണ്ടറിൻ്റെ ഇന്നർ ഡയമീറ്ററിനെ പറയുന്ന പേരാണ് സിലിണ്ടർ ബോർ എന്ന് പറയും. ഓക്കെ, സിംപ്ലി ബോർ എന്ന് പറഞ്ഞാൽ ആ സിലിണ്ടറിൻ്റെ ഇന്നർ ഡയമീറ്ററാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, നോർമലി ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ഡി ആണ്. അടുത്തത് ഡെഡ് സെൻറ്റർ. ടോപ്പ് ഡെഡ് സെൻറ്റർ, ബോട്ടം ഡെഡ് സെൻറ്റർ, ഈ പേരൊക്കെ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. ദ എക്സ്ട്രീം പൊസിഷൻ ഓഫ് ദ പിസ്റ്റൺ ഇൻ ദ സിലിണ്ടർ ഡ്യൂറിങ് ഇറ്റ്സ് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ആർ കോൾഡ് ഡെഡ് സെൻറ്റേഴ്സ്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത് ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ടു ആൻഡ് ഫ്രോ മോഷനാണ്. അന്നേരം എന്താ, ഒരു എക്സ്ട്രീം പൊസിഷനിലെത്തി, പിന്നെ എക്സ്ട്രീം പൊസിഷനിലെത്തി. ഓക്കെ, ആദ്യം മുകളിലോട്ട് പോകുന്നത്, ഒരു എക്സ്ട്രീമിൽ നിന്ന് അടുത്ത എക്സ്ട്രീമിലോട്ടാണ് പോകുന്നത്. ആ എക്സ്ട്രീം പൊസിഷനാണ് ഇപ്പം ഇവിടെ എത്തി നിൽക്കുന്ന സമയത്ത് ഒരു എക്സ്ട്രീം പൊസിഷനാണ്, ബോട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് അടുത്ത എക്സ്ട്രീം പൊസിഷനാണ്. ഓക്കെ, ആ എക്സ്ട്രീം പൊസിഷനെ പറയുന്ന പേരാണ് ഡെഡ് സെൻറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോപ്പ് ഡെഡ് സെൻറ്റർ ആയിരിക്കും. ഇറ്റ് ഈസ് ദ ഡെഡ് സെൻറ്റർ വെൻ ദ പിസ്റ്റൺ ഈസ് ഫാർദസ്റ്റ് ഫ്രം ദി ക്രാങ്ക് ഷാഫ്റ്റ്. ഇവിടെയാണ് ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ടാവുക. അതിൽ നിന്ന് ഏറ്റവും അകലെ വരുന്ന സമയത്തിലെ ഡെഡ് സെൻറ്ററാണ്, എക്സ്ട്രീം പൊസിഷനാണ് ടോപ്പ് ഡെഡ് സെൻറ്റർ. അല്ലെങ്കിൽ പിസ്റ്റൺ നിയർ ടു സിലിണ്ടർ ഹെഡ് ആയിരിക്കും. ബോട്ടം ഡെഡ് സെൻറ്റർ BDC എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ ഡെഡ് സെൻറ്റർ വെൻ ദ പിസ്റ്റൺ ഈസ് നിയറസ്റ്റ് ടു ക്രാങ്ക് ഷാഫ്റ്റ്. പിസ്റ്റൺ ക്രാങ്ക് ഷാഫ്റ്റ് ഇവിടെ ഉണ്ടാവും, അതിന് നിയറസ്റ്റ് ആയിട്ട് വരുന്ന പൊസിഷനിലെ ഡെഡ് സെൻറ്ററാണ് ബോട്ടം ഡെഡ് സെൻറ്റർ എന്ന് പറയുന്നത്. പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത് ഇൻ ബിറ്റ്വീൻ TDC ആൻഡ് BDC ആണ് പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് സ്ട്രോക്ക്. ദ ട്രാവൽ ഓഫ് പിസ്റ്റൺ ഫ്രം വൺ ഡെഡ് സെൻറ്റർ ടു അതർ ഈസ് കോൾഡ് സ്ട്രോക്ക്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഡെഡ് സെൻറ്റേഴ്സ് ഈസ് കോൾഡ് സ്ട്രോക്ക് ലെങ്ത്. ഒരു ഡെഡ് സെൻറ്ററിൽ നിന്ന് അടുത്ത ഡെഡ് സെൻറ്ററിലോട്ടുള്ള പിസ്റ്റൺ ട്രാവലിനെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. കറസ്പോണ്ടിങ് ലെങ്ത്തിന് സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയും, L. ഓക്കെ, പിസ്റ്റൺ TDC നിന്ന് BDCയിലോട്ട് വരുന്നത് ഒരു സ്ട്രോക്കാണ്. അതേപോലെ BDC നിന്ന് TDCയിലോട്ട് മൂവ് ചെയ്യുന്നത് അടുത്ത സ്ട്രോക്കാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ സ്വെപ്റ്റ് വോളിയം, VS. വോളിയം സ്വെപ്റ്റ് ബൈ ദ പിസ്റ്റൺ വെൻ ട്രാവലിംഗ് ഫ്രം വൺ ഡെഡ് സെൻറ്റർ ടു അനദർ ഈസ് കോൾഡ് സ്വെപ്റ്റ് വോളിയം. ഓൾറെഡി ഞങ്ങൾക്ക് അറിയുന്നുണ്ടാവും, പ്രോബ്ലത്തിലൊക്കെ വന്നതാണ്. ഈ ഒരു സ്ട്രോക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം, ഒരു സ്ട്രോക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ വോളിയത്തിനെ പറയുന്ന പേരാണ് സ്വെപ്റ്റ് വോളിയം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വോളിയം. അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തായിരിക്കും? അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ ഇൻറ്റു ഈ ഒരു ലെങ്ത് ചെയ്താൽ മതി. സർക്കുലർ ക്രോസ് സെക്ഷൻ ആയതുകൊണ്ട് π/4 × d². ക്രോസ് സെക്ഷൻ ഏരിയ ഇൻറ്റു ലെങ്ത് ചെയ്ത് എന്തായി ആ വോളിയം കിട്ടും. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് വോളിയം
അല്ലെങ്കിൽ സ്ട്രോക്ക് വോളിയം അല്ലെങ്കിൽ സ്വെപ്റ്റ് വോളിയം കിട്ടും. അടുത്തത് ക്ലിയറൻസ് വോളിയം. ദ വോളിയം ഓഫ് ദി കമ്പസ്റ്റൻ ചേംബർ എബോവ് പിസ്റ്റൺ വെൻ ദ പിസ്റ്റൺ ഈസ് അറ്റ് TDC ഈസ് കോൾഡ് ക്ലിയറൻസ് വോളിയം. പിസ്റ്റൺ TDCയിലേക്ക് നിന്ന് ഓക്കെ റിമൈനിങ് ആയിട്ടുള്ള വോളിയത്തിന് പറയുന്ന പേരാണ് ക്ലിയറൻസ് വോളിയം. പിസ്റ്റൺ ഒരിക്കലും ഡയറക്റ്റായിട്ട് പോയിട്ട് ആ സിലിണ്ടർ ഹെഡിൽ പോയി സ്ട്രൈക്ക് ചെയ്യില്ല. കാരണം അതിന് വാൾവിനെ അക്കോമഡേറ്റ് ചെയ്യണം, അതേപോലെ എൻട്രി ചെയ്ത ചാർജിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് വേണം. ഓക്കെ, അന്നേരം ആ ഒരു ബാക്കി വരുന്ന വോളിയം പിസ്റ്റൺ TDCയിലേക്ക് എന്ന സമയത്ത് സിലിണ്ടർ ഹെഡിൻ്റെയും ആ പിസ്റ്റൺ ടോപ്പിനിടക്ക് വരുന്ന വോളിയത്തിനെയാണ് ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സിലിണ്ടർ വോളിയം എന്തായിരിക്കും? ഈ ഒരു സ്വെപ്റ്റ് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം. അല്ലെങ്കിൽ പിസ്റ്റൺ BDC എന്ന് പറഞ്ഞ പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് മുകളിലെ എൻറ്റയർ വോളിയത്തിനെയാണ് ടോട്ടൽ സിലിണ്ടർ വോളിയം. അത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? സ്ട്രോക്ക് വോളിയം പ്ലസ് ദിസ് ക്ലിയറൻസ് വോളിയം, സ്വെപ്റ്റ് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം. കംപ്രഷൻ റേഷ്യോ നമുക്ക് അറിയാം. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ടോട്ടൽ സിലിണ്ടർ വോളിയം ടു ക്ലിയറൻസ് വോളിയം. ആ റേഷ്യോനാണ് കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഇത് ക്ലാസിഫിക്കേഷൻസ് ഓഫ് IC എൻജിൻസ്. ഫസ്റ്റ് വൺ, അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് പിസ്റ്റൺ സ്ട്രോക്സ് പെർ സൈക്കിൾ. അതായത് ഒരു സൈക്കിൾ, മെക്കാനിക്കൽ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിസ്റ്റൺ എത്ര സ്ട്രോക്സ് എക്സിക്യൂട്ട് ചെയ്യണം. ചിലപ്പം 4 സ്ട്രോക്ക് കഴിഞ്ഞാൽ, പിസ്റ്റൻ്റെ 4 സ്ട്രോക്സ് കഴിഞ്ഞാൽ മാത്രമേ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ചിലപ്പോൾ 2 സ്ട്രോക്ക് കഴിയുന്ന സമയത്ത് തന്നെ ഒരു മെക്കാനിക്കൽ സൈക്കിൾ കംപ്ലീറ്റ് ആയി. ഓക്കെ, അതിൻ്റെ ബേസിലെ ക്ലാസിഫിക്കേഷനാണ്. നോക്കാം. 4 സ്ട്രോക്ക് എൻജിൻ. ഇൻ എ 4 സ്ട്രോക്ക് engine, 1 cycle of operation is completed in 4 strokes of the piston, that is 2 revolutions of the crankshaft. 4 stroke engine എന്ന് വെച്ചാൽ ഒരു മെക്കാനിക്കൽ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണം, 4 സ്ട്രോക്ക് വേണം. 4 സ്ട്രോക്ക് എന്ന് വെച്ചാൽ പിസ്റ്റൺ TDCന്ന് BDCയിലോട്ട് വന്നു, BDCന്ന് അഗെയിൻ TDC പോയി, അഗെയിൻ എന്ത് വന്നു? TDCന്ന് BDCയിലോട്ട് വന്നു, BDCന്ന് TDCയിലോട്ട് പോയി. 4 സ്ട്രോക്സ് കംപ്ലീറ്റ് ആയാൽ മാത്രമേ ഒരു മെക്കാനിക്കൽ സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നില്ലൂ. അത് 4 സ്ട്രോക്ക് എഞ്ചിനാണ്. ആ സമയത്ത് ക്രാങ്ക് എത്രോട്ടം റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും? പിസ്റ്റൺ TDCന്ന് BDCയിലോട്ട് വന്നു, ഹാഫ് റൊട്ടേഷൻ ആയിട്ടുണ്ടാവും ക്രാങ്കിന്. ഓക്കെ, ക്രാങ്കിന് ഹാഫ് റൊട്ടേഷൻ വന്നിട്ടുണ്ടാവും. അതേപോലെ BDCന്ന് TDCയിലോട്ട് പോകുന്ന സമയത്ത് ഒരു കംപ്ലീറ്റ്. ഓക്കെ, 2 സ്ട്രോക്ക് തീരുന്ന സമയത്താണ് ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ വരുന്നത്. ഓക്കെ, ആലോചിച്ചാൽ മനസ്സിലാവും അത്. അതേപോലെ എന്ത് വന്നു? 4 സ്ട്രോക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്രാങ്കിൻ്റെ 2 റെവല്യൂഷനാണ് കംപ്ലീറ്റ് ആവുന്നുണ്ടാവുക. ഓക്കെ, അത്തരം എൻജിൻസ് 4 സ്ട്രോക്കിൽ ഒരു മെക്കാനിക്കൽ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ 4 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ 2 സ്ട്രോക്ക് എഞ്ചിൻ എന്തായിരിക്കും? 2 സ്ട്രോക്ക്. ഇൻ 2 സ്ട്രോക്ക് എഞ്ചിൻ 1 cycle of operation is completed in 2 strokes of the piston, that is 1 revolution of the crankshaft. ക്രാങ്ക്ഷാഫ്റ്റിന് ഒരു റെവല്യൂഷൻ മതി. ക്രാങ്ക്ഷാഫ്റ്റ് ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ ആവുന്ന സമയത്ത് പിസ്റ്റൺ എന്താണ്? 2 സ്ട്രോക്കാണ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ആ സമയത്ത് ഒരു മെക്കാനിക്കൽ സൈക്കിൾ അവിടെ ഫുൾ കംപ്ലീറ്റ് ആയി. അതാണ് 2 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞ ബേസിക് എഞ്ചിൻ കമ്പോണൻസിൽ നിന്ന് പറഞ്ഞ വാൾസ് അറേഞ്ച്മെൻ്റ് ഒന്നും 2 സ്ട്രോക്ക് എഞ്ചിനിലെ വാൾസിന് പകരം പോർട്ടാണ് ഇവിടെ വരുന്നത്. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിക്കും. കൺസ്ട്രക്ഷൻ വൈസ് ഒരുപാട് ഡിഫറൻസ് ഉണ്ട് 4 സ്ട്രോക്ക് എഞ്ചിനും 2 സ്ട്രോക്ക് എഞ്ചിനും തമ്മിൽ. ജസ്റ്റ് ആ ബേസിക് ഡിഫറൻസ് മാത്രം ഒന്ന് നോക്കുക. അക്കോർഡിംഗ് ടു മെത്തേഡ് ഓഫ് ഇഗ്നിഷൻ. സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ. ഇൻ SI engine, electric spark is used to ignite fuel air mixture. Most of the engines using petrol or gaseous fuel belongs to this category. ഇവിടെ ഞാൻ പറഞ്ഞു പെട്രോൾ എഞ്ചിൻ അത് SI എഞ്ചിൻ അല്ലെങ്കിൽ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനാണ്. നമ്മൾ എന്ത് ചെയ്യും? എഞ്ചിൻ്റെ അകത്തോട്ട് എഞ്ചിൻ സിലിണ്ടറിൻ്റെ അകത്തോട്ട് പെട്രോൾ എയർ മിക്സറിനെ ഡ്രോ ചെയ്യും. അതിനുശേഷം അതിനെ കംപ്രസ് ചെയ്യുന്നു. വർക്കിംഗ് ഒക്കെ ആകുമ്പോൾ പഠിക്കുക. ജസ്റ്റ് അവിടെ കമ്പസ്റ്റൻ നടക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ഇലക്ട്രിക് സ്പാർക്ക് വേണം, ഒരു സ്പാർക്ക് പ്ലഗ് അതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, വേറെന്താ ക്ലാസിഫിക്കേഷൻ? കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ. ഇൻ CI engine, fuel is ignited due to very high temperature of compressed air. Most of the engine using diesel as fuel belongs to this category. ഡീസൽ എഞ്ചിൻസൊക്കെ കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിനാണ്. അവിടെ നമുക്ക് എന്ത് വേണ്ട? സ്പാർക്ക് പ്ലഗ് ഒന്നും വേണ്ട. എങ്ങനെയാണ് ബേൺ ചെയ്യുന്നത്? നമ്മൾ ആദ്യം എയറിനെ ഇൻടേക്ക് പോർട്ട് വഴി എയറിനെ വലിക്കും. ഓക്കെ, ഇവിടെയാണ് ഇപ്പം ഇൻടേക്ക് പോർട്ട് കാണിച്ചിരിക്കുന്നത്. ത്രൂ വാൾവ് എയർ വരും. ഓക്കെ, അതിനെ കംപ്രസ് ചെയ്യും. സക്ക് ചെയ്തിട്ട് ശേഷം കംപ്രസ് ചെയ്യും. വെരി ഹൈ ടെമ്പറേച്ചറിലോട്ട് കംപ്രസ് ചെയ്തിട്ട് ഡീസൽ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ അവിടെ ബേണിങ് നടക്കും, കമ്പസ്റ്റൻ നടക്കും. ഓക്കെ, അതാണ് കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ. അവിടെ സ്പാർക്ക് പ്ലഗിൻ്റെ ഒന്നും ആവശ്യമില്ല.
അക്കോർഡിംഗ് ടു സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ ഞങ്ങൾക്ക് അറിയുന്നതാണ് ഓട്ടോ സൈക്കിൾ, അതേപോലെ ഡീസൽ സൈക്കിൾ. എഞ്ചിൻ വർക്ക് ബേസ്ഡ് ഓൺ ഓട്ടോ സൈക്കിൾ, കോൺസ്റ്റൻറ്റ് വോളിയം സൈക്കിളാണ്. കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണ് ഓട്ടോ സൈക്കിൾ, ഹീറ്റ് അഡീഷൻ. അത്തരം സൈക്കിളിന് ഓട്ടോ സൈക്കിൾ എഞ്ചിൻസ് എന്ന് പറയും. മോസ്റ്റ് ഓഫ് ദി പെട്രോൾ എഞ്ചിൻസ് ആൻഡ് ഗ്യാസ് എഞ്ചിൻസ്, പെട്രോൾ ഫ്യൂലായിട്ട് യൂസ് ചെയ്യുന്നത്, ഗ്യാസ് ഫ്യൂലായിട്ട് യൂസ് ചെയ്യുന്നത്, അതൊക്കെ എന്താണ് ഓട്ടോ സൈക്കിൾ ബേസ്ഡ് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഇനി ഡീസൽ സൈക്കിൾ എഞ്ചിൻസ് എന്തായിരിക്കും? ഡീസൽ സൈക്കിൾ കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് അഡീഷനാണ് ഡീസൽ സൈക്കിളിൽ വരുന്നത്. മോസ്റ്റ് ഓഫ് ദ ലോ സ്പീഡ് ഓയിൽ എഞ്ചിൻസ് വർക്ക് ഓൺ ദിസ് സൈക്കിൾ, ഡീസൽ ഫ്യൂവൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലോ സ്പീഡ് എഞ്ചിൻസ് ആയിരിക്കും ഡീസൽ സൈക്കിളിൽ വർക്ക് ചെയ്യുന്നത്. ലോ സ്പീഡ് എഞ്ചിൻസ് ആയിരിക്കും ഓട്ടോ സൈക്കിളിൽ വർക്ക് ചെയ്യുന്നത്. ഹൈ സ്പീഡ് എഞ്ചിൻസ് ആയിരിക്കും. ഓക്കെ, ഈ ഡീസൽ സൈക്കിൾ എഞ്ചിൻസ്, ഡീസൽ ഫ്യൂൽ എന്ന് പറയുന്നത് കുറച്ച് ഹെവി ഫ്യൂലാണ്. ഓക്കെ, ഹെവി ഓയിൽസ് ഒക്കെ വരുന്നത് വർക്ക് ചെയ്യുന്നത് ഡീസൽ എഞ്ചിൻ സൈക്കിളിലായിരിക്കും. അക്കോർഡിംഗ് ടു ടൈപ്പ് ഓഫ് ഫ്യൂൽ യൂസ്ഡ്, പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ, ഗ്യാസ് എഞ്ചിൻ, മൾട്ടി ഫ്യൂൽ എഞ്ചിൻ. ഓക്കെ, പെട്രോൾ എഞ്ചിൻസ് ടൈപ്പ് ഓഫ് ഫ്യൂവൽ. പെട്രോൾ എന്ന് പറഞ്ഞാൽ ഹൈലി വോളറ്റൈൽ ഫ്യൂവലാണ്. ഓക്കെ, പെട്ടെന്ന് നമുക്ക് വേപ്പറൈസ് ചെയ്ത് പോകുന്ന ഫ്യൂവലാണ്, ഹൈലി വോളറ്റൈലാണ് പെട്രോൾ എന്ന് പറയുന്നത്. അതൊക്കെല്ലാം ഗ്യാസോലിൻ. ഓക്കെ, അത്തരം എഞ്ചിൻ ഹൈലി വോളറ്റൈൽ ലിക്വിഡ്സ് യൂസ് ചെയ്യുന്ന ഫ്യൂവലിന് നമ്മൾ പെട്രോൾ എഞ്ചിൻ എന്ന് പറയും. ഓക്കെ, അതേപോലെ ഗ്യാസോലിൻ അല്ലാണ്ട് ആൽക്കഹോൾസൊക്കെ യൂസ് ചെയ്യുന്നത്. ഇനി ഡീസൽ എഞ്ചിൻ, ലെസ് വോളറ്റൈൽ ലിക്വിഡ് സച്ച് ആസ് ഡീസൽ ഓയിൽ ഈസ് യൂസ്ഡ്. ഡീസൽ എഞ്ചിനിൽ ലെസ് വോളറ്റൈലാണ്. ഓക്കെ, ഹെവി ഫ്യൂൽ ആയിരിക്കും, അത് ഹൈ വിസ്കോസിറ്റി ഉള്ളതായിരിക്കും. അതൊക്കെ യൂസ് ചെയ്യുന്നത് ഡീസൽ എഞ്ചിനിലാണ്. നോർമലി ഡീസൽ, ബയോഡീസൽസ് ഒക്കെ. ദ ഗ്യാസ് എഞ്ചിൻസ്, ഗ്യാഷ്യസ് ഫ്യൂൽസ് ലൈക്ക് CNC, മീഥേൻ എക്സെട്ര ആർ യൂസ്ഡ്. വർക്കിംഗ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് SI എഞ്ചിൻസ്. അതുപോലെ ഗ്യാഷ്യസ് ഫ്യൂലായിട്ട് യൂസ് ചെയ്യുന്നത് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, മീഥേൻ, അതുപോലെ ഗ്യാസൊക്കെ യൂസ് ചെയ്യുന്നത് ഫ്യൂലായിട്ട് യൂസ് ചെയ്യുന്ന ഗ്യാസ് എഞ്ചിൻ എന്ന് പറയും. അതുപോലെ മൾട്ടി ഫ്യൂൽ എഞ്ചിൻ, മോർ ദാൻ വൺ ഫ്യൂൽ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടാവും. അക്കോർഡിംഗ് ടു കൂളിംഗ് സിസ്റ്റം, എയർ കൂൾഡ് എഞ്ചിൻ ആൻഡ് വാട്ടർ കൂൾഡ് എഞ്ചിൻ. എയർ കൂൾഡ് എഞ്ചിൻ, നിങ്ങളുടെ ബൈക്കിൻ്റെയൊക്കെ എഞ്ചിൻ എന്താണ്? എയർ കൂൾഡ് എഞ്ചിനാണ്. ഇപ്പോൾ കാറിൻ്റെയൊക്കെ കേസിലോട്ട് വരുന്ന സമയത്ത് അത് വാട്ടർ കൂൾഡ് എഞ്ചിനായിരിക്കും. മീൻസ് എന്താണ് എഞ്ചിന് കൂളിങ്ങിൻ്റെ ആവശ്യം? എന്താണ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എഞ്ചിൻ്റെ അകത്തെന്താണ് കമ്പസ്റ്റനാണ് നടക്കുന്നത്. കമ്പസ്റ്റൻ നടക്കുന്ന സമയത്ത് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. മീൻസ് നമ്മുടെ കമ്പോണൻസ് ഒക്കെ അതിൻ്റെയൊക്കെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ഒരു പരിധി വിട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യും? ഓവർ ഹീറ്റ് എന്ന് പറഞ്ഞ കണ്ടീഷനിലോട്ട് പോകും. പിസ്റ്റണൊക്കെ ഡാമേജ് ആവും. മീൻസ് നമുക്ക് എന്ത് ചെയ്യണം? പ്രോപ്പർ കൂളിംഗ് കൊടുക്കണം. ഹീറ്റ് റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പ്രോപ്പർ കൂളിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുക്കണം. ഓക്കെ, എയർ കൂൾഡ് എഞ്ചിൻ എന്താ? ഹീറ്റ് ഈസ് ഡയറക്ട്ലി ഡിസിപ്പേറ്റഡ് ഇൻ ടു ദ എയർ അറൗണ്ട് ദി സിലിണ്ടർ. എയർ കൂൾഡ് എഞ്ചിനിൽ ഹീറ്റ് ഡയറക്റ്റായിട്ട് സറൗണ്ടിങ് എയറിലോട്ടാണ് ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, നോർമലി ബൈക്കിൻ്റെ എഞ്ചിൻസൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു സ്ട്രക്ചർ അതിൽ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, എഞ്ചിൻസിൽ അതെന്താണ്? ഇതിനെ കൂളിംഗ് ഫിൻസ് എന്ന് പറയും, FIN. അത് ഹീറ്റ് ട്രാൻസ്ഫർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എഞ്ചിന് സറൗണ്ടിങ് എയറിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൂളിംഗ് ഫിൻസ് യൂസ് ചെയ്യുന്നത്. എയർ കൂൾഡ് എഞ്ചിൻസിലാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വാട്ടർ കൂൾഡ് എഞ്ചിൻസ് എന്താ? എക്സസ് ഹീറ്റ് ഈസ് റിമൂവ്ഡ് ഫ്രം ദ എഞ്ചിൻ സിലിണ്ടർ ബൈ സർക്കുലേറ്റിംഗ് വാട്ടർ ത്രൂ ദി ജാക്കറ്റ്സ് പ്രൊവൈഡഡ് ഇൻ ദി എഞ്ചിൻ സിലിണ്ടർ. എഞ്ചിൻ സിലിണ്ടർ ആൻഡ് സിലിണ്ടർ ഹെഡ്സിലൊക്കെ വാട്ടർ സർക്കുലേറ്റ് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ് ഉണ്ടാവും. അതിലൂടെ വാട്ടർ സർക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇതിൽ നിന്ന് എക്സസ് ഹീറ്റ് റിമൂവ് ചെയ്യുന്നത്. അത് വാട്ടർ കൂൾഡ് എഞ്ചിനാണ്. ഓക്കെ, വാട്ടർ സർക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇതിൻ്റെ സർഫസിൽ നിന്ന് അത് ഹീറ്റ് എക്സ്ട്രാക്ട് ചെയ്യും. എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് സർഫസിൻ്റെ ടെമ്പറേച്ചർ കുറയും. ഓക്കെ, അങ്ങനെയാണ് അതിനെ കൂൾ ചെയ്യുന്നത്, വാട്ടർ കൂൾഡ് എഞ്ചിൻസ്. അക്കോർഡിംഗ് ടു അപ്ലിക്കേഷൻ ഓഫ് എഞ്ചിൻ, സ്റ്റേഷനറി എഞ്ചിൻ ആൻഡ് മൊബൈൽ എഞ്ചിൻസ്. സ്റ്റേഷനറി എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എഞ്ചിൻ സ്റ്റേഷനറിയാണ്. ഇപ്പോൾ പവർ പ്ലാന്റിൻ്റെയൊക്കെ കേസിൽ, എന്താ ഡീസൽ പവർ പ്ലാന്റൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ കേസിൽ എഞ്ചിൻ സ്റ്റേഷനറിയാണ്. ഓക്കെ, അവിടുത്തെ യൂസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യലാണ് സ്റ്റേഷനറി എഞ്ചിൻസിലൊക്കെ അവിടെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഡീസൽ പവർ പ്ലാന്റിലൊക്കെ ഡീസൽ ഫ്യൂലായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് പവർ ഔട്ട്പുട്ട് അതിനെ ജനറേറ്ററുമായിട്ട് കപ്ലൈ ചെയ്ത് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. ഇനി മൊബൈൽ എഞ്ചിൻസ്, അത് ഓട്ടോമൊബൈൽസ് അല്ലെങ്കിൽ എയർക്രാഫ്റ്റിൽ, അവിടെ പ്രൊപ്പൽഷനാണ് ആപ്ലിക്കേഷൻ. ബൈക്ക്, കാറിൻ്റെയൊക്കെ എഞ്ചിൻസ്. ഓക്കെ, അവിടെ ഇലക്ട്രിസിറ്റി ജനറേഷനല്ല, പവർ ജനറേഷനല്ല, നമുക്കെന്താ മോഷനാണ് അവിടെ വേണ്ടുന്നത്. ഇനി അക്കോർഡിംഗ് ടു മെത്തേഡ് ഓഫ് ചാർജിങ്, naturally aspirated engine, admission of air or air fuel mixture to the engine cylinder is nearly at atmospheric. നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഇപ്പം ബൈക്കിൻ്റെ എഞ്ചിനൊക്കെ നാച്ചുറലി ആസ്പിറേറ്റഡ് ആണ്. ഡയറക്റ്റായിട്ട് അറ്റ്മോസ്ഫിയറിക് എയർ സക്ക് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അവിടെ വേറെ പ്രഷർ ഇൻക്രീസിങ് ഡിവൈസ് എന്നുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ്, നിയർലി അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ്
സിലിണ്ടറിൻ്റെ അകത്തോട്ട് എയർ അല്ലെങ്കിൽ എയർ ഫ്യൂൽ മിക്സർ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, സൂപ്പർ ചാർജ്ഡ് എഞ്ചിൻ, അഡ്മിഷൻ ഓഫ് എയർ ഓർ എയർ ഫ്യൂൽ മിക്സർ ടു ദ എഞ്ചിൻ സിലിണ്ടർ ഈസ് അറ്റ് പ്രഷർ ഗ്രേറ്റർ ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതായത് നമ്മളെ എഞ്ചിൻ സിലിണ്ടറിൻ്റെ അകത്തോട്ട് എയർ അല്ലെങ്കിൽ എയർ ഫ്യൂൽ മിക്സർ എൻ്റർ ചെയ്യുന്നത് ഗ്രേറ്റർ ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു പ്രഷർ ഇൻക്രീസിങ് ഡിവൈസ് വേണം. ആ പ്രഷർ ഇൻക്രീസിങ് ഡിവൈസിനെയാണ് സൂപ്പർ ചാർജർ എന്ന് പറയുന്നത്. ഓക്കെ, ആ നമ്മളെ എഞ്ചിൻ സിലിണ്ടറിലോട്ട് എയർ എൻ്റർ ചെയ്യുന്നത് ഒരു സൂപ്പർ ചാർജർ വഴിയാണ്. ആ സൂപ്പർ ചാർജർ എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിക് എയറിനെ സക്ക് ചെയ്യും, അതിനെ കംപ്രസ് ചെയ്യും. ആ കംപ്രസ്ഡ് എയറാണ് നമ്മളെ എഞ്ചിൻ സിലിണ്ടറിൻ്റെ അകത്തോട്ട് എൻ്റർ ചെയ്യുന്നത്. മീൻസ് കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് എയർ കംപ്രസ് ചെയ്താൽ നമുക്ക് ഗിവൺ വോളിയത്തിൽ കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് എയർ അല്ലെങ്കിൽ എയർ ഫ്യൂൽ മിക്സർ ചാർജിന് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, മീൻസ് അത്തരം കേസിൽ നമുക്ക് കൂടുതൽ പവർ ഔട്ട്പുട്ട് കിട്ടും. ഇപ്പോൾ റേസിംഗ് കാർസിൻ്റെയൊക്കെ കേസിലാണ് സൂപ്പർ ചാർജഡ് എഞ്ചിൻസ് വരുന്നുണ്ട്. അതേപോലെ ഹെവി ഡ്യൂട്ടി വെഹിക്കിൾസിലൊക്കെ വരുന്നുണ്ട് ടർബോ ചാർജേഴ്സ്. ഓക്കെ, ജസ്റ്റ് ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. കംപ്രസ്ഡ് എയറാണ് അല്ലെങ്കിൽ ചാർജാണ് എഞ്ചിൻ്റെ അകത്തോട്ട് വരുന്നത്. പവർ ഔട്ട്പുട്ട് ജനറേറ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് സൂപ്പർ ചാർജ്ഡ് എഞ്ചിൻസ് യൂസ് ചെയ്യുന്നത്. അടുത്തത് അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് സിലിണ്ടേഴ്സ്, സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ അതേപോലെ മൾട്ടി സിലിണ്ടർ എഞ്ചിൻ. പേര് തന്നെ മനസ്സിലാവും. സിംഗിൾ സിലിണ്ടർ എന്നെങ്കിൽ ആകെ ഒരു സിലിണ്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ. മൾട്ടി സിലിണ്ടർ എഞ്ചിനാണെങ്കിൽ മോർ ദാൻ 1 സിലിണ്ടർ. ഇപ്പോൾ കാറിൻ്റെയൊക്കെ എഞ്ചിൻസൊക്കെ മൾട്ടി സിലിണ്ടർ എഞ്ചിനാണ്. ഓക്കെ, ബൈക്കിൽ ചില കേസിൽ കുറച്ച് വലിയ കപ്പാസിറ്റി ആണെങ്കിൽ 2 സിലിണ്ടറൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് സിംഗിൾ സിലിണ്ടറിൻ്റെ ആയിരിക്കും. ഓക്കെ, മൾട്ടി സിലിണ്ടർ എന്ന് വെച്ചാൽ ഇവിടെ 1 2 3 4 സിലിണ്ടേഴ്സ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 4 സിലിണ്ടേഴ്സ് ഉണ്ട്. മൾട്ടി സിലിണ്ടർ എഞ്ചിൻ്റെ എഞ്ചിൻ ബ്ലോക്കാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് അടുത്ത ക്ലാസിഫിക്കേഷൻസ്. ഈ ഒരു ഏരിയ എന്ന് വെച്ച് യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ ആയിരുന്നു ഡിസംബർ 2019. വിത്ത് ഹെൽപ്പ് ഓഫ് എ നീറ്റ് സ്കെച്ച് ഷോ ദി ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് എൻ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ. ആദ്യം ബേസിക് എഞ്ചിൻ കമ്പോണൻസ് അതാണ് ചോദിച്ചത്.